എല്ലാരും കൂടെ ഓണം അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പത്തവണ നമ്മുടെ കൂടെ ജുൽക്കുണ്ട്. പക്ഷെ അമലേട്ടിന് അമലിനുള്ള ഗ്യാപ്പാണ് അപ്പൊ ഇന്നെന്തായാലും നമ്മൾ നല്ല വെറൈറ്റി ആയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഒരുപാട് ഗെയിംസ് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തം ഓണത്തിന്റെ വിവിധ തരം ഗെയിമുകളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മളിട്ട് പൂക്കളം കണ്ടു. ഞങ്ങൾ നല്ല അടിപൊളി പൂക്കളം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. രാവിലെ തന്നെ വന്ന് ഞങ്ങൾ പൂക്കളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ മൊത്തം ഞങ്ങള് പൂവൊക്കെ അരിഞ്ഞ് ഫുൾ സെറ്റ് ആക്കി വെച്ച് ഇന്ന് ഞങ്ങൾ നേരത്തെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ട് പൂക്കളം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ബാക്കി നമ്മൾ മൊത്തം ഗെയിംസിന് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ പണിയൊക്കെ നമ്മൾ നേരത്തെ തീർത്തത്. നമ്മൾ ഒരുപാട് ഓണത്തിന്റെ ഗെയിംസ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പൂക്കളം കാണുമ്പോൾ പൂക്കള മത്സരം ഇല്ല, പക്ഷെ പൂക്കള മത്സരം ഉണ്ട്. വെറൈറ്റി ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ പൂക്കള മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ടീമായിട്ട് നടക്കാൻ പോകുന്നത്. എങ്ങനെയാ ബോയ്സ് ഒരു ടീമും ഗേൾസ് ഒരു ടീമും? അങ്ങനെയാണെങ്കിൽ പൂക്കളായി വരില്ല. ബോയ്സും ഗേൾസും ഒക്കെ ഇങ്ങനൊക്കെയല്ലേ പഠിക്കുക. ഓക്കെ ബോയ്സ് ടീം പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. അല്ല ഇത്തവണ വെറൈറ്റി ആയിട്ടാണ് ഗൈസ് പൂക്കള മത്സരം ഉള്ളത്. അതെങ്ങനെയാന്ന് പറഞ്ഞേ. ഇപ്പൊ ഫസ്റ്റ് നമ്മള് പൂക്കള മത്സരത്തിന് അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പൊ നമ്മളിത് ഫസ്റ്റ് ഗെയിമിലോട്ട് കടക്കാൻ പോവാണ്. ഫസ്റ്റത്തെ ഗെയിം പൂക്കള മത്സരമാണ്. പൂക്കള മത്സരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ വരച്ച് അതും ചാർട്ടിൽ വരച്ച് വെച്ചിട്ടുള്ള കാണുമ്പോൾ എന്താ സംഭവം നിങ്ങൾക്ക് തോന്നും? സംഭവം നമ്മളിത് ചെയ്യാൻ പോകുന്നത് മിനി പൂക്കളം ചാലഞ്ച് ആണ് ഗൈസ്. അപ്പൊ ഇതെങ്ങനെയാന്ന് അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാല് രണ്ടുപേർക്കും സെയിം ഡിസൈൻ ആണ്. അതായത് രണ്ട് ടീമിനും സെയിം പൂക്കളത്തിന്റെ ഡിസൈൻ ആണ് തന്നിട്ടുള്ളത്. സെയിം അളവിൽ വരെയാണ് കൊടുത്തിട്ടുള്ളത്. അതെ, നമുക്ക് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള അളവില് പൂ ഇവിടെ സൈഡിൽ തരും. അത് ഇറുത്തിട്ടും നന്നാക്കിയിട്ടും ഒന്നും ഉണ്ടാവൂല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള പോലെ ഈ പൂക്കളം ഏറ്റവും ഭംഗിയായിട്ട് ഏത് ടീമാണോ സെറ്റ് ചെയ്യുന്നത് അവരാണ് ഇന്നത്തെ പൂക്കളം വിന്നർ ആയിരിക്കും. നമ്മള് ബോയ്സ് ടീം എ, ഗേൾസ് ടീം ബി. ഇടാന്ന് വിചാരിച്ചതായിരുന്നു. ഇത് ഓരെന്നെ സെലക്ട് ചെയ്തു. നമ്മളല്ലേ കണ്ടുപിടിക്കണം. അല്ലാതെ ഉമ്മേനോട് ചോദിക്കാം ഏതാ കൂടുതൽ. പിന്നെ വ്യൂവേഴ്സ് നിങ്ങൾക്കും കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് പറയാം ഇതിൽ ഏതാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. ബോയ്സിന്റെ വെച്ചാൽ എങ്ങനെ പറഞ്ഞോളൂ, ഗേൾസിന്റെ വെച്ചാൽ അതും എത്ര സമയം നമ്മൾ കൊടുക്കുക? 10 മിനിറ്റ് ആണ് ഈ മിനി പൂക്കൾ ഇടാനുള്ള ടൈം കൊടുത്തിട്ടുള്ളത്. ആ സമയത്തിനുള്ളിൽ നമ്മൾ പൂക്കൾ കിട്ടിക്കഴിഞ്ഞ് അത് ഒരാള് ഇറുത്തോണ്ടിരിക്കണം, അരിയണം. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവിടണം. അതൊക്കെ ഈ 10 മിനിറ്റിൽ ആരാണ് ഏറ്റവും അടിപൊളിയായിട്ട് പൂക്കൾ ഇടുന്നത് അവരായിരിക്കും ഗൈസ് ഈ ചാലഞ്ചിൽ. ഇവര് പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് 2 ആള് മതി, ഞങ്ങൾക്ക് 3 ആളെ ടീമായിട്ട് നിന്നോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവസാനം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാല് അത് പേര് പറഞ്ഞ ആളാണ് ഞങ്ങൾ ബോയ്സ് ആണ്, ഞങ്ങൾ ഇതിന്റെ മുന്നിട്ട് ശീലമില്ലാന്നൊക്കെ പറഞ്ഞു. അത് സത്യമാണെങ്കിലും ഞങ്ങൾ അങ്ങനെ പറയൂല. പറ്റൂല, ഞങ്ങൾ തന്നെ ആദ്യമേ തീരുമാനിച്ചത്. ഞങ്ങൾ മിക്സ് ആയിട്ടൊക്കെ ഇടാന്നൊക്കെ വിചാരിച്ചു. എന്തായാലും യുദ്ധം തുടങ്ങട്ടെ. ബോയ്സിൽ 2 പേര് അവിടെ പ്രസന്റ് ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് ക്യാമറ ഞാൻ ഏറ്റെടുക്കുകയാണ്. കുറ്റങ്ങൾ കുറവുകളുണ്ട്, ക്ഷമിക്കണം. ഓക്കെ, ഏതൊക്കെ ഇടണം ഇപ്പോഴേ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഈ പൂക്കളം ഒന്ന് മാറി, ഈ പൂക്കളം കണ്ടിട്ട് ഈ പൂക്കളത്തിന്റെ കളർ അനുസരിച്ചിട്ട് ജുൻക അത് അവിടെ ഫാരിക്കാന്ന് പറഞ്ഞു കൊടുക്കുക. കള്ളത്തിന് പറയരുത് ജുൻക, കള്ളത്തിന് പറയരുത്. അങ്ങനത്തെ പേടിയൊന്നുമില്ല. പൂക്കള മത്സരത്തിനുള്ള സാധനങ്ങളെല്ലാം മുന്നിൽ തന്നിട്ടുണ്ട്. ഇത്രയും പൂക്കളാണ്. ഈക്വൽ ആയിട്ട് തന്നെ അടുത്ത ടീമിനും ഇത്ര തന്നെ പൂക്കളുണ്ട്. 3 പ്ലേറ്റ് ഉണ്ട്. പൂക്കൾ എണ്ണി എടുത്ത് സെപ്പറേറ്റ് ചെയ്തതാണ്. ഇത് ശരിയാവൂല. ഒരു ഗേളിനെ ഗ്രൂപ്പിലേക്ക് തരാൻ ആദ്യമേ പറഞ്ഞതാ. ഓക്കെ, റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇവിടെ ബോയ്സിന്റെ ടീം ഫാസ്റ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഞങ്ങളിത് സെന്ററിലാണ് ഇട്ട് തുടങ്ങിയിട്ടുള്ളത്. മുടങ്ങി നോക്കരുത്, കോപ്പി അടിക്കണ്ടേ ഗൈസ്. അവിടെ നിന്ന് ഫാസ്റ്റ് ആയിട്ട് സല്ലു അതാ പൂ അരിയുന്നതാ. ജൂന അതെവിടെ പൂക്കൾ ഇട്ടോണ്ടിരിക്കണു.
ആ ഇത് നല്ല രസമുണ്ടല്ലോ ഷാമി, നമ്മളെന്നെ നമ്മളെന്നെ അല്ല പിന്നെ വിജയ് നമുക്ക് തന്നെ 9 മിനിറ്റും 19 സെക്കൻഡും. ജുനോ കുറച്ച് സ്ലോ ആണോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. വലിയ വീം പഠിച്ചാണ് കേട്ടോ, നാണം കേടുവേ. അടുത്തത് എനിക്ക് തോന്നുന്നു കളർ കോമ്പിനേഷൻ മഞ്ഞ രസം ഉണ്ടാവും, വെള്ള രസം ഉണ്ടാവും, ഓറഞ്ച് ഇടരുത്. അത് ഈ പൂക്കളത്തിലിട്ടാ നല്ല രസം ഉണ്ടാവുക. ആ ഈ ഡയലോഗ് വരരുതെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ടീം ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞതാ. ഞങ്ങളെ വേണമെങ്കിൽ ടീമിലേക്ക് വിളിക്കായിരുന്നല്ലോ. ആ എന്നെ മിക്സ്ഡ് ആയിട്ട് ടീം ഇടാന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാ. ഞങ്ങളുണ്ടെങ്കിൽ മാത്രമേ ജയിക്കൂ എന്നുള്ള ആ ഒരു ഇത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ജയിക്കില്ല, എങ്ങനെ നോക്കിയാലും ജയിക്കില്ല. 2 ടീമും വാശിയോടെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആര് ജയിക്കും ഇപ്പൊ പറയാൻ പറ്റൂല. പക്ഷെ എനിക്ക് തോന്നുന്നു ഗേൾസ് ടീം ജയിക്കുന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി നല്ല രസം, എനിക്ക് ഇഷ്ടമായി. ഓണം എന്ന് പറഞ്ഞാൽ കളർഫുൾ ആണ്. കളർഫുൾ ആയിട്ടുള്ള പൂക്കളത്തിന് ഫസ്റ്റ് പ്രൈസ് ആണ്. ആ ഇത് കുറച്ച് കഴിഞ്ഞാലും പറയണേ. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ബോയ്സിന്റെ പൂക്കളത് എങ്ങനെയാണ്, ഗേൾസിന്റെ പൂക്കളത് എങ്ങനെയാണ്. നമുക്കുള്ള സമയം എന്ന് പറഞ്ഞാല് 7 മിനിറ്റും 43 സെക്കൻഡും മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ച് റെസ്റ്റ് എടുത്തിട്ടൊക്കെ ചെയ്താൽ മതി സല്ലോ. 2 ടീമും വാശിയോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓ ഗേൾസ് ടീം എന്ത് ഫാസ്റ്റ് നോക്കി, അവിടെ ഫുള്ള് പൂക്കൾ ഇറുത്ത് കഴിഞ്ഞു. അയ്യോ ജൂനിയർ ഇത് മിക്സ് ആയി പോയല്ലടാ. മിക്സ് ആയിട്ടുള്ള പൂക്കളാണ്. മിക്സ് എന്നാ പിന്നെ എല്ലാ പൂവും കൂടെ കൂട്ടിച്ചാ പോരെ. സല്ലു നാണം കേട്ടോ, ഉറപ്പാണ്. അതെ ഇവിടെ നല്ല നീറ്റായിട്ട് നടുവില് പിങ്ക് കളറ്, സൈഡില് ഫുള്ള് വൈറ്റ് കളറായിട്ട് നല്ല റോസ് അല്ലടാ, അതായിരിക്കണം. ആ പിങ്ക് കളറിലുള്ളതാണ് റോസ്. ഇത് നമ്മളെ ഡിസൈൻ കോപ്പി അടിച്ച് ആ പിങ്ക് ജൂനിയർ നോക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോപ്പി അടിച്ച്. ആ ശരി, അതെ കണ്ടാ മതി. ഓറഞ്ച് തൊട്ടിട്ടല്ലേ നിങ്ങൾ അത് കണ്ടതോടുകൂടി എനിക്ക് മതിയായി. ഇനി നമുക്ക് 4 മിനിറ്റ് 46 സെക്കൻഡ് മാത്രമാണ് ബാക്കി. ഇപ്പൊ ബോയ്സിന്റെ പൂക്കളതാ ഗൈസ് ഇങ്ങനെയാണ് ഉള്ളത്. ഒന്ന് കൈമാറ്റിയാണ്. ഏകദേശം അരിഞ്ഞു കഴിഞ്ഞോണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി 4 മിനിറ്റ്. പിന്നെ ഗേൾസിന്റെ പൂക്കളം ഇത് ഇങ്ങനെയാണ് ഉള്ളത്. ഇത് എനിക്ക് ഇഷ്ടമായി. ചന്ത് തകർന്നുകൊണ്ടുള്ള അയ്യേ രസം. ഗേൾസ് ടീമോട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ക്യാമറ എടുക്കുന്ന ഗേൾസ് ടീമിന്റെ ഭാരവാഹിയായിട്ടോ. അതുകൊണ്ടതല്ല, കണ്ടാൽ തന്നെ മനസ്സിലായി ഗേൾസ് ടീം മുന്നിലേക്ക്. നിങ്ങൾക്കുള്ള കളറൊക്കെ തന്നെ എവിടെ ഉള്ളൂ. റെഡ് ഞങ്ങൾക്ക് റെഡ് കിട്ടിയില്ലല്ലോ. അപ്പോഴോ 2 ദിവസം തിരിച്ചറിയാനറിയില്ലേ. എടാ അതില് പിങ്ക് റോസും ഉണ്ട്, റെഡ് റോസും ഉണ്ട്. അതില് തപ്പ്. അത് നോക്കിയിട്ട് ഏതൊക്കെ കളർ ഉണ്ട് എവിടൊക്കെ വെക്കണം തീരുമാനിച്ചോണ്ടിരിക്കുക. ജിൻകാണ് ഇതിൽ ഏറ്റവും വലിയ കളർ. കളറ് കഞ്ഞി വെച്ചാൽ തന്നെ റെഡ് തപ്പാന്ന് പറഞ്ഞാല് അത് 2 റെഡ് ഇട്ടാ മതി. 2 റെഡോ? അവിടെ നിന്ന് ഞാൻ ചാമ്പി കൊണ്ടുവരട്ടെ, വേറെ വഴിയില്ല. അവിടെ ഡിസ്കഷനാ. എങ്ങനെ ഗ്യാപ്പില്ലാതെ മൂടാൻ പറ്റുന്നത്? വരച്ച ലൈൻ വിടണോ? അതിനിങ്ങനെ വൈറ്റ് കയറിപ്പോയി. എന്തൊരു ഗ്യാപ്പ്. ഡിഫറൻസ് പോലും മനസ്സിലാവല്ലോ കേട്ടോ. അത്ര പോലും ബുദ്ധി നിനക്കില്ല. ഇപ്പൊ കുറച്ചേരം ഒരേക്ക് കൈ കൊടുത്തിട്ട് എന്താ ചെയ്യണ്ടെന്ന് ആലോചിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു നിക്കുക. സമയം 1 മിനിറ്റ് ബാക്കി. 1 മിനിറ്റ്. അവസാനത്തെ 1 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് കേട്ടോ. ഫില്ല് ആവാന്ന് പറഞ്ഞാല് ഏറ്റവും നീറ്റിൽ ആരാണ് ഭംഗിയിൽ ഇടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇടാൻ നോക്കുന്നല്ലോ. ലാസ്റ്റ് 9 seconds. 8 7 6 5 4 3 2 1 കഴിഞ്ഞു. ആ വിട്ടോ. ഇതെന്താണ് guys? ഇത് നോക്ക്, ഒന്ന് ഫില്ല് ചെയ്യാൻ പോലും ഇവർക്ക് അറിയില്ല. പക്ഷെ എന്ത് ഭംഗിയുണ്ട്. ഞങ്ങളെ പൂക്കളെ നോക്ക്, ഇവരുടെ പൂക്കളെ നോക്ക്. എന്ത് ഭംഗിയുണ്ട് നോക്ക്. അതാടി എന്ത് ഭംഗി. കളറൊക്കെ ഞാൻ പറയുമ്പോ ആ ചാർട്ട് ഫുള്ള് കാണും.
സാധനം നിങ്ങൾ എവിടെ പൂവിട്ടത് ചാർട്ട് വെച്ചിട്ടല്ലേ എന്നാ പിന്നെ ഞങ്ങളെവിടെ ഈ കാണിച്ചതാ ഇതിനൊരു ഷേപ്പ് ഇല്ല. ഇത് നോക്കിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഉണ്ട്. ഞങ്ങള് റൗണ്ട് അല്ല ഇതില് വരച്ചത് പൂക്കളാണിത് ടൈം കഴിഞ്ഞോ വേണ്ട പോയിട്ട് ഞങ്ങൾ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് പല പല ചോദിക്കാൻ ആരാണ് പറ്റുക അല്ലാണ്ട് നിങ്ങള് ഫുള്ള് ഇട്ടെന്ന് എന്ത് കാര്യമില്ല ഇതേപോലെ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ട് പൂക്കളം ജയിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ മോനത് ഫില്ല് ചെയ്തോണ്ടിരിക്കല്ലേ ടൈം വേണ്ടേ ഉമ്മ തീരുമാനിക്കട്ടെ ഉമ്മ തീരുമാനിക്കട്ടെ. ഇത് ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നതല്ല. ആ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ പൂക്കളം കാണിച്ചു തരാം. എന്ത് അവിടെ ഒരു കോണുണ്ട്, അവിടെ ഒരു കോണുണ്ട്. എവിടെ കോൺ എവിടെ? കോണുണ്ട് ഇവിടെ വെള്ള ഈ കോണ് ചോപ്പ് മോഡേൺ ആർട്ടാണ് ആക്ച്വലി. മിണ്ടരുത്. ഇത് മറ്റേ മുകേഷ് പറഞ്ഞവര് ഇത് കഴിഞ്ഞ അതുപോലെ കേട്ടോ ഇവിടെ കേട്ടോ വെള്ള 2 കോണ് ഇവിടെ റെഡ് ബാക്കിയൊക്കെ ഈ റെഡ് തീർന്നു പോയി. അല്ല, 2 കോൺ ഇവിടെ ഇല്ലല്ലോ. ഒരു കോണ നമ്മൾ വെറൈറ്റി ഒക്കെ രണ്ട് കോൺ. ഉമ്മ തീരുമാനിക്കട്ടെ. ഓക്കെ, ഇതാണ് ബോയ്സ് ഇട്ട പൂക്കളം, ദേ ഇതാണ് ഗേൾസ് ഇട്ട പൂക്കളം. ഇനി ഉമ്മ തീരുമാനിച്ചോട്ടെ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് തോന്നുന്നതാ? വൃത്തിയും ഭംഗിയും ഭംഗിക്കതാ ഇഷ്ടായി. ബാക്കി ഉമ്മ പറയാൻ കേൾക്കുന്നുണ്ട്. വൃത്തി ഇത്. വൃത്തി. നമ്മൾ ഗേൾസ് എന്ന് പറഞ്ഞാൽ പെർഫെക്ഷന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വൃത്തിക്കാണോ അല്ലെങ്കിൽ ഭംഗിക്കാണോ? ഏതാ ജയിക്കിയതാ? അത് ഉമ്മന്നെ പറയണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അമ്മ ഫസ്റ്റ് കിട്ടിയ ഒരു ടീമിനെ നിങ്ങൾ തന്നെ ഡിക്ലെയർ ചെയ്യാൻ നമ്മുടെ. ഭംഗിയുണ്ട്, ഇത് നല്ല വൃത്തിയുണ്ട്. പക്ഷെ പൂക്കളം ഭംഗിയല്ലമ്മ. കൂടുതൽ ഭംഗി തന്നെ. പൂക്കളം പറഞ്ഞ ഭംഗിയാണ്. ഇത്തവണ ഞങ്ങൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ശരി, കൊട്ടിയങ്ങ തന്നെ അറിയുള്ളൂ. ഇതിപ്പോ ഈ ഒരു ചാർട്ടൊക്കെ വാങ്ങിച്ച് പൂക്കളായിട്ട് ആർക്കും പറ്റും. അല്ല ഞാനൊരു കാര്യം ഇതുപോലെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് 10 മിനിറ്റ് വേണ്ടായിരുന്നു. 10 മിനിറ്റ് വേണ്ടായിരുന്നു, വെറും 5 മിനിറ്റ് മതിയായിരുന്നു. ഈ ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കി? അല്ല, ഏറ്റവും വലിയ highlight എന്താ അറിയോ? ഈ കളർ പിങ്ക്. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണോ? ഞങ്ങൾ എന്ത് ചെയ്യണം? കൊട്ടിയിൽ ഇളിഞ്ഞാ മതി നിങ്ങള്. അതിന് എടുത്തോ. ഇവിടേക്ക് മാത്രം കൂക്കിട്ടില്ല ഗൈസ്. അങ്ങോട്ട് പോയി തന്നോ മതിയോ? ഞാൻ ഇവിടെ മൂന്നാളെ നമ്മള് രണ്ടാളുള്ളൂ. Guys, ഇതില് നിങ്ങള് 3 ആള്, ഞങ്ങള് 2 ആള്. ഞാനേ ജയിച്ചപ്പോ ഞങ്ങൾ 2 ആളുള്ളൂ, 3 ആളില്ല. തോറ്റ് കഴിഞ്ഞാൽ അതേ ഡയലോഗ് പറഞ്ഞു തിരിച്ചു കൊടുക്കാം. 4 എക്സ്പീരിയൻസ് ഇല്ലാണ്ട് നമ്മളിത്. ഒരു സാധനം ഓ ലുക്ക് അറ്റ് ദിസ്. സ്കൂൾ സ്കൂൾ ടൈമിൽ എത്തിയിട്ടുണ്ട് അവിടെയൊക്കെ. അതാണ് ഇങ്ങനെ ആദ്യമായിട്ടാണ്. അത് ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവാൻ പറ്റും. പക്ഷെ ഇതിനെ ലോസ്റ്റ് ഇട്ട് ഫസ്റ്റ് ഇട്ടില്ല, ഫസ്റ്റ് ഇട്ടാൻ വേണ്ടിയില്ലല്ലോ. നിങ്ങളും കൂടി തീരുമാനിക്കാം നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കൾ ഏതാന്നുള്ള നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. ഇത് വൃത്തിയുണ്ട്, സമ്മതിച്ച്. പക്ഷെ ഇതാണ് ഫില്ലായത്, ഇതാണ് ഭംഗി. അത് നിങ്ങളെ സ്വാധീനിക്കാണ് സല്ലു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് കേൾക്കരുത്. മര്യാദക്ക് ക്ലീനായിട്ടിരുന്ന് രണ്ടും നോക്കി കഴിഞ്ഞിട്ട് വൃത്തിന്ന് ഇങ്ങനെ നോക്കിയിട്ട് നമ്മള്. പക്ഷെ ഉമ്മാണ് ഡിസൈഡ് ചെയ്ത്, ഉമ്മാണ് ഡിസൈഡ് ചെയ്ത്. ഞങ്ങൾ ഒരു പണിയാ നമ്മൾക്ക് ഇത് ഏത് ആരുടെ പൂക്കളാന്ന് പറയാണ്ട് അമലിനെ വീഡിയോ കോൾ ചെയ്യാം. എന്നിട്ട് ഓനെടുത്ത് ഓനേതാ ഫസ്റ്റ് കൂടി എടുക്കാം. ഓക്കെ ഓക്കെ. ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ഹാപ്പി ആണോ? ചെറിയൊരു പ്രതിസന്ധി. ഞങ്ങളിവിടെ ഒരു മിനി പൂക്കൾ ഇട്ടിട്ടുണ്ട്. ആരെ ഏതൊക്കെ ഇട്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ല, മനസ്സിലായോ? തല്ലൂര് നോക്കിയോ, ജൂലൂരി നോക്കിയോ? അതല്ലടി പറഞ്ഞു കൊടുക്കൂ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഞാനൊന്ന് പറയട്ടെ. സംഭവം എന്ന് വെച്ചാല് ഈ പൂക്കൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇതിൽ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ, കാണിച്ചേരേ. ഒന്നിത്, അത് നല്ല ഫീൽ. മിണ്ടരുത്. ഇതൊന്ന് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. 10 മിനിറ്റ് നമുക്ക് ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ 10 മിനിറ്റിൽ ഇട്ടതാണ് ഇത്. ഇതിൽ ഏതിനാണ് നമുക്ക് പോയിന്റ് കൊടുക്കാൻ പറ്റാന്ന് പറയണം. അതെ, ഇതാ. അതാ ആർക്കും കണ്ടാലും മനസ്സിലാവും. നോക്കടാ, ഇത് ഫില്ലായതാ. ഇവിടെ ഫില്ലില്ല. എടാ ഫോണിൽ കൂടെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത്. ഇതും 10 മിനിറ്റ്, ഇതും 10 മിനിറ്റ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. 10 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ ഇത് മറ്റേ ഒരുമാതിരി ഇങ്ങനെ കൊളാക്കിട്ട പോലല്ലേ, ഷേപ്പ് ഒന്നും കാണുന്നില്ല. ഇതെന്ന് പറയുന്നത്
ഇത് പറയുന്നത് കണ്ടോ നല്ല തിക്കായിട്ട് എന്ത് ഭംഗിയിലാട്ടത്. കേക്ക് കേക്ക് ഫസ്റ്റ് അടിച്ച് എടാ, ഇവിടെ എന്നെ സ്വാധീനിച്ചതാ. അതെന്താ പറയണ, ഈ ഫോണിൽ കാണുന്ന സമയത്ത് വീഡിയോ കോളിൽ ക്ലാരിറ്റി കുറവുണ്ട് എനിക്ക് തോന്നുന്നതാണ്. ഇത് നമുക്ക് വ്യൂവേഴ്സിന് വിട്ടോളാം. ഇത് അങ്ങനെ തന്നെ വെക്കും, ഈ വരുമ്പോ കാണിച്ചു തരാൻ വേണ്ടി. സല്ലുട്ടതും അതേ സല്ലും ചുരുട്ടതും ഇത് ഞാനും ഷമി ശ്രീയും കൂടി ഇട്ടതോ. അഭിപ്രായങ്ങൾ ഇത് വ്യൂവേഴ്സ് തീരുമാനിക്കണം. ഇത് വ്യൂവേഴ്സ് തീരുമാനിക്കണം. ആയിക്കോട്ടെ. അടുത്ത ഓണത്തിന്റെ മത്സരത്തിലേക്ക് കടക്കാം. അത്രേ ഉള്ളൂ. അടുത്തത് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് സുന്ദരിക്ക് പൊട്ടുകുത്തലാണ്. നമ്മുടെ സുന്ദരിയാണ് ഗെയിം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതെ, ഞാൻ വരച്ച സുന്ദരിയാണ്. നല്ല സുന്ദരിയായിട്ട് ഇത്തവണ ഞാൻ നല്ല അടിപൊളി സുന്ദരിനെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ കയ്യിലും ഓരോ കളർ സ്കെച്ച് കൊടുക്കാം, എന്നാലേ മനസ്സിലാവുള്ളൂ. ജിങ്ക വല്ലാതെ ഇതിൽ വീക്ഷിക്കുന്നുണ്ട്. ഇതിലെ പക്ഷെ ഇതില് ജയിക്കുന്നവർക്ക് 1000 rupees ക്യാഷ്. അപ്പൊ നമുക്ക് കലാപരിപാടികൾ ആരംഭിക്കാം. അവിടുന്ന് കൈ വെച്ചിട്ട് ചാർട്ടിന്റെ അളവ് എടുത്തിട്ട് എവിടെയാണ് കറക്റ്റ് പൊട്ട് കൂട്ടേണ്ടത് അളവ് എടുത്തോണ്ടിരിക്കുക. നടക്കൂല. ഞാൻ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ റെഡ് കളർ, ഞാൻ ബ്ലൂ, ഞാൻ വയലറ്റ്, ഞാൻ പച്ച, ഗ്രീൻ, ഞാനാ വിത്ത്. ഫസ്റ്റ് ജുനു, ഞാൻ ലാസ്റ്റാ. അപ്പൊ ഞാനാ ഫിഫ്ത്ത് വിളിച്ചേ. അല്ലല്ല, അപ്പൊ സെക്കൻഡ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് കണ്ടിട്ട് ഇവന് കണ്ട് ഫസ്റ്റ് വല്ല എന്തെങ്കിലും വെച്ചെങ്ങനെ അടച്ചിട്ട് ഞാൻ മുറുക്കിട്ടോ അങ്ങോട്ട് നോക്കാനുള്ളതാ. അല്ല മോളെ ഇനി അതിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയില്ല. അതാണ് അളവെടുത്ത് നിന്നത് കേട്ടോ. അതൊന്നും നടക്കൂല. ഞാൻ പുറത്ത് പോയിട്ട് കറങ്ങി വന്നാ തിരിച്ചു വിടാനോ? തിരിച്ചു വിടും. അത് ഞാൻ മമ്മത്തല്ലേ ഈ സംഭവമില്ലേ ഇത് ഇങ്ങനെ കൂടെ കൊണ്ടാക്കിയാലോ? അങ്ങനെ എടാ ഇത് കണ്ണിന് ഓപ്പറേഷൻ ആയിട്ട് വന്ന കാര്യം കേട്ടോ. ഇവനും ഇവനും ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൊള്ളക്കാരെ വന്നിരിക്കുന്നു. അവിടെ എന്താ അവിടെ പായസം കൊടുത്തിട്ടുണ്ടോ? തയ്ച്ചു വെച്ചിട്ടോ തീർക്കണം. തല കറങ്ങണത്. ആ ഓക്കെ റെഡി പോയിക്കോ. ആ പോട്ടെ നേരെ പോട്ടെ പോട്ടെ. ആ നേരെ തന്നെ തല അടിക്കോ? നേരെ. എടാ ഓള് പറയുന്ന വിശ്വസിച്ചൊന്നും പോകരുത്. എടാ അടുത്ത വീട്ടിലെ മതിലാടാ. ഏകദേശം ഡയറക്ഷൻ ഒക്കെ മനസ്സിലായോ? എന്താ പോട വായിക്കാൻ അത് പിടിച്ചു പോണത്? ഒരു സൂണ് കിട്ടി. അങ്ങനെ സുന്ദരിക്ക് പൊട്ട് തൊടാൻ ജിൻക നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്തിയിട്ടില്ല, ഇതുവരെ സ്ഥലത്ത് എത്തിയിട്ടില്ല. തോരങ്ങളൊക്കെ തൂക്കിയോണ്ട് ഇപ്പൊ ഒരു ഉപകാരം. സുന്ദരിക്ക് പൊട്ടുതൊടുമോ ഇല്ലയോ കാത്തിരുന്ന് കാണാം. ജിൻക അളവൊക്കെ എടുക്കുന്നുണ്ട് ചാർട്ടിന്റെ. ഓ ഓ ഓ ഓ ആ കറക്റ്റ് കൊട് പൊട്ട് തൊട് ഇവരിതുവരെ തീരുമാനിച്ചില്ലേ? കണ്ടിന്യൂ ഇവിടെ തൊട്ട് കറങ്ങി വന്നിട്ട് ഇവിടേക്ക് തൊട്ടില്ല. ആദ്യം ഇവിടെ ഞാൻ തൊടാൻ പോയത്, പിന്നെ ഈ മാറ്റി പറഞ്ഞ അങ്ങനെ പറഞ്ഞ പോയിട്ട് ഇവിടെ തൊട്ടതാണ്. ഈ സെക്കൻഡ് സല്ലുമാണ്. ഞാൻ ലാസ്റ്റ് പോരെ. ഇല്ല നടക്കൂല. അടുത്ത സല്ലുവിന് പിന്നെ അളവെടുക്കാനുള്ള സാവകാശം കിട്ടിയില്ല. അതിനോട് പിന്നെ കുഴപ്പമില്ല. അയ്യോ അങ്ങനെ തന്നെ കിട്ടിയ അതോ അതിന്റെ ഉള്ളിലേക്ക് കണ്ണു മൂട്ടിയതാ, അതിന്റെ മുകളിൽ അത് കിട്ടി. കാണില്ല. വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓക്കെ ഇവിടുന്ന് തന്നെ കറങ്ങി വരാം.
അവിടെ പോയി കറങ്ങിയിട്ട് വായി. അപ്പുറം പോയി കറങ്ങിയിട്ടില്ല. റെഡി റോഡ് കൊണ്ടുവരുന്നേ. അയ്യോ ആ ഓക്കെ പോയിക്കോ ആ തല റെഡി ആവട്ടെ ആദ്യം ഇവിടെക്കാരല്ലോ ഓടോ സുന്ദരിക്ക് പൊട്ടിടണോ എനിക്ക് ഡയറക്ഷൻ മനസ്സിലാവുന്നില്ലടോ, സത്യം എനിക്ക് മനസ്സിലാവണില്ല. പുറത്തേക്കാണ് ഈ ക്യാമറയുടെ ചിഹ്നം പോലെ നേരെ പോ ഓ അപ്പൊ എന്റെ മുന്നിൽ ക്യാമറ ഉണ്ട്. പറഞ്ഞെടുത്ത് ആ ഞാൻ കണ്ടു. എന്തുകൊണ്ട് ഈ ഇറക്കവും ഈ കയറ്റവും ആ ഓ മനസ്സിലാക്കിയതാണ് പാവം ഉദ്ദേശിച്ചത്. ടൈറ്റല്ലേ ഇത് സംശയം കിട്ടോ മക്കൾ നല്ല ടൈറ്റാ. സത്യം ആരും വിശ്വസിക്കുന്നില്ല. സുന്ദരി അടിച്ചു വീഴ്ത്താനല്ല പോയി പൊട്ടിടും ഓ ഇങ്ങനത്തെ ഓരോ ഇനിയിപ്പോ മെല്ലെ നടന്നു വരും. കറക്റ്റ്. ഒരുപാടൊന്നും അങ്ങോട്ട് അളവെടുക്കാൻ പറ്റില്ല. കറക്റ്റാ കാക്ക. ഇതിലെവിടെ മുഖം? ആ അവിടെ 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 കാക്ക ചാർട്ടിന് എന്താ അപ്പുറത്ത് ഗോൾഡ് ഗോൾഡ് കറക്റ്റ് അല്ല, അത് കറക്റ്റ് ആണ്. ആ ഓ സെറ്റ് 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 ആയല്ലോ. ഇവിടെയാണ് പച്ച പൊട്ട് സിന്ദൂര കഴിച്ചു ഉദ്ദേശിച്ചത്. ഞങ്ങള് പൊട്ടാണ് കുത്താൻ പറഞ്ഞത്. പൊട്ട് തൊടാൻ നല്ല വ്യക്തവും പച്ച വരാണെന്ന് പറഞ്ഞിട്ട് സിന്ദൂരായിട്ട് എന്തായാലും ഞാൻ തോറ്റില്ലേ? തോറ്റു ജുൻകായും തോറ്റ്. എന്നാലും അല്ല ഏകദേശം അടുത്തെത്തിയല്ലോ. ഞങ്ങളെല്ലാരും കൂടെ കഴിഞ്ഞാൽ സല്ലിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ജുനു ആണ് ഇപ്പൊ മുന്നിലുള്ളത്. സല്ലു ആ ഭാഗത്തുനിന്ന് ഔട്ടായി. അതെ അതല്ല എപ്പൊ നിങ്ങൾ ഏകദേശം ഇങ്ങനെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടോ എനിക്കറിയാം. ഏകദേശം ഇങ്ങനെ അളവ് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് ഗെയിം തുടങ്ങുന്നതിന് മുന്നേ മാത്രം കള്ളത്തരം. അടുത്ത സുന്ദരിക്ക് പൊട്ടു തൊടാൻ മറ്റൊരു സുന്ദരി ഒരുങ്ങിയിരിക്കുകയാണ്. കള്ളക്കളി അലൗഡ് അല്ല. ഞാൻ കള്ളക്കളി കളിക്കൂല. ഡബിൾ ഡബിൾ ഇട്ടോ എടി അത് മതിയടി. ഡബിൾ ആക്കിക്കോ. ഞങ്ങളൊന്നും മാരില്ല. എടാ ഇവര് ടീമാടാ. ഞാൻ എന്റെ ടീമാണ് വരെ ഞാൻ ബാക്കിയുള്ള മറ്റേ മീഡിയേറ്റർ ആയിട്ട് നിന്നതാ കഴിഞ്ഞ തവണ. ഞങ്ങൾ ഇന്ന് സത്യത്തിന്റെ ഞാൻ 1000 കിട്ടുമ്പോ 500 ഉറുപ്പിക. ഞാൻ ആ ചുമരിന്റെ മുകളിൽ ഇടിക്കാൻ പോകുമ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. അത് ഞങ്ങള് പറയും. നേരെ റോട്ടിലേക്ക് പോകാം. ഓ കേരളം ഇവിടെ ഒരു തൂണും തരുന്നുണ്ടോ? എനിക്ക് പേടിയാണ് ഇങ്ങോട്ടൊന്നില്ലാതെ. ഇത് പേരെ സ്ഥലം. ഇതൊന്ന് വേഗം കോഴിക്കോട് കോഴിക്കോട്. ആ കറക്റ്റാ വരച്ചോ. ഉമ്മ അവിടെ നിന്ന് ജനലിന്റെ മുകളിൽ നോക്ക്. ഇത് ജനലല്ലേ? ആ കറക്റ്റ് കറക്റ്റ്. വരച്ച വരച്ച പൊട്ടോട്. ഒരു മിനിറ്റ് ആദ്യം ജനലാദ്യം തപ്പി പിടിക്കട്ടെ. ആ എനിക്കിപ്പോ മനസ്സിലായി. അത് ഞാൻ ടേബിൾ അങ്ങോട്ട് നീക്കി വെച്ചിരുന്നു ഞാൻ. ഏവളോ ഇത് സൈഡിലത്തെ ജനല്. അതുവരെ ഇപ്പോഴാ മനസ്സിലായത്. വരുമ്പോ പോയിപ്പോ വീഴും. കിട്ടി 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 കിട്ടി. ചാർട്ട് കിട്ടി. കിട്ടി. ആ വരച്ചോ വരച്ചോ വരച്ചോ. കറക്റ്റാ കറക്റ്റാ. ഓ എന്റെ ദൈവമേ. ഓ കറക്റ്റ് കറക്റ്റ്. ശ്രീ അവിടെ തന്നെ. കറക്റ്റ് കറക്റ്റ്. ഇട് ഇട് അവിടെ തന്നെ അവിടെ തന്നെ. ഇട് 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 അവിടെ ഇട്. അവിടെ മാർക്ക് ചെയ്ത് അവിടെ മാർക്ക് ചെയ്ത്. അവിടെ മാർക്ക് ചെയ്താ മാർക്ക്. ആ ഓക്കേ ഓക്കേ റെഡി. നോക്കട്ടെ. ശ്രീ തോറ്റിരിക്കാണ്. പക്ഷേ ഈ സുന്ദരിക്ക് 28 തികഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ സൈഡിൽ പൊട്ടിട്ടെടുത്തത്. ഇതാ നമുക്ക്
ഇവിടെ കറക്റ്റ് ആയിട്ട് ശ്രീന്റെ മാർക്ക് അവിടെ ഇനി അടുത്തത് 5. അടുത്തതായിട്ട് ഇനി 5 guys സുന്ദരിക്ക് പൊട്ട് കുത്താൻ വേണ്ടി പോകുന്നത്. കറക്റ്റ് ആയിട്ട് കുത്തിക്കോണേ. ഇതുവരെ ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. 1000 5 കൊണ്ടുപോകുമോ? കാത്തിരുന്ന് കാണാം. റെഡി? റെഡി. അല്ല, ഒന്നുകൂടി വെച്ചാ അത് round. അയ്യ ഞങ്ങൾ അത്രക്കാരല്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അല്ല, നിങ്ങൾ രണ്ടാളും കൂടി ഒരു ടീമാണോ? എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞങ്ങൾ ആരും ടീമല്ല. ഫൗള് കളിക്കാറില്ല. അതാണ് സംഭവം. ഞങ്ങൾ വളരെ സത്യസന്ധരാണ്. ഇതെന്താണിത്? മതി, 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 മതി. കേറ്, കേറ്. മതി, 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 മതി. റെഡി, റെഡി. കറക്റ്റാ. ഇങ്ങോട്ട് വേണോ ഡയറക്ഷൻ? മതിലൊന്നുമില്ല. ഇപ്പൊ വെയിലത്താണ്. അപ്പൊ ഞാൻ ഒന്നും ആ മൂളന്ന മനുഷ്യനെ മാറ്റി നിർത്തി. സ്റ്റെപ്പ് 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 സ്റ്റെപ്പ്. ചെടി വരെ എത്തി. ഇങ്ങനെ പോകും. ഇവിടെ ടേബിൾ ഉണ്ടാവും. ലേഡി സൈഡ് മാറിപ്പോയി. പോട്ടെ പോട്ടെ പോട്ടെ. അയ്യോ കിട്ടി. കിട്ടി. ഇങ്ങനൊക്കെ ആളുകൾക്ക് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ അളവെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എവിടെ കൊണ്ട് തൊട്ടില്ല. ഫസ്റ്റ് നോട്ടത്തിൽ ആളുകളുടെ ശരി. ഫസ്റ്റ് നോട്ടത്തിൽ അളവെടുത്ത് വെക്കേ. 5 5 5 5. ഓട്ടാത് കറക്റ്റ് ആണോ? 8 8 8 8 8. അതെന്നെ 5 കറക്റ്റ്. ഞാൻ വിചാരിച്ചു കറക്റ്റ് എനിക്ക് തന്നെ. ഒരു കുറച്ച് ഞാൻ ഇപ്പൊ തന്നെ ഇരുന്നുണ്ടെങ്കിൽ പക്ഷെ സാധാരണ പൊട്ട് പെടാറുണ്ടാവാറ്. അല്ല ഇവിടെ എവിടെ ഉണ്ടാവാറ് പൊട്ട്? ചില സാഹചര്യങ്ങളിൽ ഇവിടെ ഇടാറുണ്ട്. ഞാൻ പറഞ്ഞുതരാം. സാഹചര്യം ഇതിനെക്കാട്ടി പെർഫെക്റ്റ് ആയിട്ട് ഇനി ഷാമി പൊട്ട് തൊട്ടാ. അതെ, ഇതിന് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അവിടെ തൊടണം. ആ എന്നാൽ മാത്രം ഷാമിക്ക്, അതല്ലെങ്കിൽ 5ക്ക് പ്രൈസ് പോകും. ഇങ്ങനെ നോക്കിയിട്ട് കറക്റ്റ് ഇവിടെ വിഷമാകുന്നില്ല. അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല, അതിനുള്ള സമയം കിട്ടിയില്ല guys. വെറുതെ പറയാം. പക്ഷെ ഷാമിയാണ് വരച്ചത്. ഷാമി ചിലപ്പോൾ അളവെടുത്തുണ്ടോ? ഇല്ല ഈ കറക്റ്റ് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ കളകളിയിരിക്കും. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ണു മുകുത്തിയിട്ട് സുന്ദരിക്ക് പൊട്ട് ഇട്ടിട്ട് എനിക്ക് ഇവിടെ ഇനി പൊട്ട് തൊട്ട് കഴിഞ്ഞാല് ഞാൻ കളകളി. ജൂനു ഈ കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുക്കും. ഷാമിക്ക് എങ്ങനെ ജുനുവിനെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ കുറച്ചുമല്ലേ ഇല്ല എനിക്കതെല്ലാം മൊത്തത്തിലായിട്ട് അതൊക്കെ നല്ല ഒറ്റ കിട്ടല എല്ലാം വർത്തമാനം. ഒന്ന് നോക്കണേ. കുറേശ്ശെ കുറേശ്ശെ മുക്കിയാ മതി. ഞാൻ ഈ കൈയെടുത്തോ, ഞങ്ങൾ എനിക്ക് പേടിയാവുന്നുണ്ട് ചുരുക്ക അമർത്തിക്കാളോന്ന്. ചുരുക്ക മെല്ലെ കിട്ടിയാൽ മതി ചുരുക്ക. അങ്ങനെ ആക്കടാ, ടൈറ്റ് ആക്കിക്കോ. മതി 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 ചെവി ചെവി. ഒന്നും കൂടി അത് മതി. ഇനി ഇത് ഈ സൈഡ് ശരി മാത്രം മതി. കെട്ടുജ ക്രിസ്ത്യൻ, ഗോപാല ക്രിസ്ത്യൻ ആവാം. സ്കെച്ചില്ല സ്കെച്ച് ഞാൻ എവിടെ വെച്ച് ഓറഞ്ച് റെഡ്. ഷാമി അപ്പുറത്തെ പറമ്പിലെത്തും. നല്ല കറക്റ്റ്. പുറത്താണ്. മതി മതി, ഇത് ഡയറക്റ്റ് എനിക്ക് മനസ്സിലാവില്ല. വെയില് പോയി അപ്പൊ ഇങ്ങോട്ട് തന്നെ അല്ലേ? വെയിലത്താണോ ഞാൻ പോണത്? മനസ്സിലാവണില്ല guys. അത് റോഡാണ് കാല് കൊള്ളണ്. അത് റോഡാ പൂവ് കത്തിക്കല് ബ്ലാക്ക് ടീ. ഓ, ഇവിടെയാണോ? ഞാൻ പോയ അതേ റൂട്ടിലാണ്. ഇനി അവിടെ പിടിച്ചിട്ട് നേരെ എത്തിക്കോളും. ഞാൻ എന്റെ തല നേരൊക്കെ ഉണ്ട് ആദ്യം ഒന്ന്. വേഗം വരക്കി ഷാമി. ഞങ്ങൾ കാത്തിരിക്കുക. അയ്യോ ഇതെനിക്ക് കിട്ടണില്ല guys. അവിടെ തന്നെ വരച്ചോ.
Just miss അടി. അയ്യോ, അയ്യോ. ഓയ്യന്റെ മോനെ. Just miss. Just miss. ഇതിപ്പോ കണ്ണിലേക്ക് ഇറങ്ങിപ്പോയി. കണ്ണിലേക്ക് അറിയിച്ച മൂക്കിന്റെ താഴേക്കുള്ള ഭാഗത്തേക്ക് ആയി പോയി. പിന്നെ ഞാനാണ് കുറച്ചും കൂടെ എല്ലാരും കട്ട കിട്ടോ, ബാക്കി എല്ലാരും കട്ട കിട്ടോ. ഗൂഗിൾ പേ ഇപ്പൊ കിട്ടണം 500 500 1000 അപ്പൊ ഓരോരുത്തർ 250 വീതം. ഗൂഗിൾ പേ ഇപ്പൊ ഞാൻ എന്റെ അയക്കും, എനിക്ക് എല്ലാവരും 250 ഗൂഗിൾ പേ ആണോ? ചെലവ് വാങ്ങിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ചാലഞ്ച് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ്. ഇത് ഇവർക്ക് രണ്ടാക്കും മാത്രമായിട്ടുള്ള ചാലഞ്ചാണ്. നിങ്ങൾക്ക് രണ്ടാക്കും മാത്രമായിട്ട് കപ്പിൾ ചാലഞ്ച്. ആ ചാലഞ്ച് എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. റെഡി ആയിട്ടിരുന്നു. മത്സരാണ്. അതിനു വേണ്ടിട്ട് ഒരു ഫുൾ കൊലപ്പഴം നമ്മളിത് ഇവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട്. കപ്പിൾ ചാലഞ്ച് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര കോമഡി, അടിപൊളി ചാലഞ്ച് ഒക്കെ ഒരു പ്രതീക്ഷിക്കും. പക്ഷെ രണ്ടുപേർക്ക് അറിഞ്ഞൂടെ എന്താ ചാലഞ്ച് എന്നുള്ളത്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞെട്ടലായിരിക്കും കേട്ടോ. ഇപ്പൊ രണ്ടെണ്ണത്തിനെയും കൂടെ ഞങ്ങൾ അകത്തേക്ക് മാറ്റിയതാണ്. ചാലഞ്ച് എന്താന്ന് അപ്പൊ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് വിളിക്കുക. അതിന് നമ്മൾ അവര് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തിയിട്ട് നമ്മൾ പഴത്തീറ്റ മത്സരം സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അവരവര് കഴിച്ച പഴത്തിന്റെ തൊലി സൈഡിലിടും. ലാസ്റ്റ് നമ്മൾ അത് എണ്ണയായിരിക്കും ചെയ്യാം. അങ്ങനെ ഏറ്റവും കൂടുതൽ പഴം ആരാണോ കഴിക്കുന്നത് ഓർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ വിളിക്കാം. നമ്മളെ പഴക്കൊലത് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല അടിപൊളി പഴക്കൊല കേട്ടോ. കിട്ടില്ല പ്രൈസ് ഉണ്ടാവും. അവിടെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടുറപ്പിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞോ. റെഡി അല്ലേ? സല്ലോ 3 2 1 കളർവാ. പഴക്കൊല, അതായത് പഴം തീറ്റ ചാലഞ്ച് ആണ് ഗൈസ് നിങ്ങൾക്ക് ഉള്ളത്. കപ്പിൾ ചാലഞ്ച് ആയിട്ട് ഏറ്റവും കൂടുതൽ പഴം കഴിക്കുന്ന ആൾക്ക് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. അവരവര് പഴം കഴിക്കുന്നു, അഞ്ചിനെ കാണുന്നില്ല. എത്ര ഫാസ്റ്റ് പഴം കഴിക്കുന്നു, എന്നിട്ട് അവരവര് കഴിച്ച പഴത്തിന്റെ തൊലി അവരവരെ സൈഡിലിടാം. ലാസ്റ്റ് നമ്മൾ എണ്ണും, അതായത് എത്ര പഴത്തൊലി ഉണ്ടെന്ന്. ഏറ്റവും കൂടുതൽ പഴത്തൊലി ആരുടെ സൈഡിലാണോ ഉള്ളത് അവരായിരിക്കും നമ്മൾ ഈ ചാലഞ്ചിൽ വിന്നർ. കുറച്ച് വെള്ളം എന്തെങ്കിലും കൊടുത്ത് വയറ് തറപ്പിച്ചാൽ അല്ല, വെള്ളം നമ്മുടെ ചാലഞ്ചിൽ ഇല്ല. വെള്ളമൊന്നുമില്ല. ചങ്കി തട്ടരുത്. ശ്രദ്ധിച്ച് കഴിക്കുക. നമുക്ക് ഒരു 5 മിനിറ്റ് സമയം കൊടുക്കാം അല്ലെ? വെള്ളം കൊണ്ടുതരാം. ശരിക്കും വെള്ളം ഒരു 2 ഗ്ലാസ് കൊണ്ടുവെക്കാം. ഓക്കെ, വെള്ളം തരാം. ഓക്കെ, വെള്ളം തരാം. 5 മിനിറ്റ് സമയമുള്ളത്. ടൈമർ വെച്ചതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, നോക്കുക. അങ്ങനെ നമ്മുടെ ചാലഞ്ച് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചാലഞ്ചിന് ആവേശം കൂട്ടാൻ വേണ്ടിട്ട് ഞാൻ ജുനുവിന്റെ സൈഡും ഞാൻ ഷാമിന്റെ സൈഡുമാണ്. അപ്പൊ നമ്മൾ ഇതാ ടൈമർ വെക്കാൻ പോവാണ്. 3 എത്തുന്നുള്ളൂ കേട്ടോ പറഞ്ഞത്. അത് പറ്റില്ല കേട്ടോ, വാശി വേണം. വാശി നല്ല പ്രൈസ് ഒക്കെ ഉള്ളതാണ്. അതെ, 5 മിനിറ്റ് സമയമുള്ളത്. 3 2 1 ഗോ. നല്ല രീതിയിലുള്ള പായസം കൂടി കഴിക്കുന്നതൊക്കെ വേണം തോന്നട്ടെ. നല്ല അടിപൊളി പായസം. ഈ പഴം കൂടി ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് എന്ത് അടിപൊളിയായിരിക്കും അറിയോ? വേഗം വേഗം. ഇതൊക്കെ സിമ്പിൾ. ഈസി ആയിട്ട് കഴിച്ചോ. വെള്ളം വേണോ? വെള്ളം വേണോ? നിങ്ങൾക്ക് ചതൊക്കെ എടുക്കാം. സമയം തീർന്നോണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കാം. ഒരു മിനിറ്റ് ആവുമ്പോഴത്തേക്ക് ഷാമി 7 പഴം കഴിച്ചു. ഒരു മിനിറ്റ് ആവുമ്പോഴത്തേക്ക് 7 പഴം കഴിച്ചു. അടിപൊളി. ബാക്കി തൊലിന്റെയാ. വെക്കുന്നുണ്ട്. ഇനി 3.5 മിനിറ്റ് സമയമുണ്ട്. ഇനി 3.5 മിനിറ്റ് സമയമുണ്ട്. 3.5 മിനിറ്റിൽ നമുക്ക് ഇനി എത്ര പഴം കഴിക്കാൻ പറ്റും? 10 എണ്ണത്തോളം ഇപ്പൊ കഴിച്ചു കഴിഞ്ഞു. അടുത്ത പോരട്ടെ. ഇത് മറ്റൊരു വീട് പറയുന്നത് ഞാൻ അവിടുന്ന് പറയുമ്പോൾ മാത്രമേ പറയുന്നുള്ളൂ. അത് സമ്മതിക്കില്ല. അതിനെ ഇതില് ജയിക്കണോ? കഴിച്ചാ മതി. കഴിച്ചോ.
നമുക്ക് കിട്ടും. അതിൽ അടുത്ത ആൾക്കൊരു പഴം കൂടി കഴിച്ചാൽ നമ്പർ കൂടും. സദ്യ ആവശ്യമുണ്ടാവും ഇനി. അല്ലല്ല ഇത് ഒരു പഴത്തിലല്ല. എന്താണ് അല്ലല്ല ഏത് പഴമാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ കുറെ കണക്കടി 2-3 പഴം ഞാൻ കൂടുതൽ. ഓക്കെ എണ്ണിയൊക്കെ ഇങ്ങനെ കഷ്ടം കുറച്ച പഴക്കെ പകുതി. അത് വേസ്റ്റ് അല്ല. 11, 12, 13, 14, 15, 16, 17 പഴമാണ് ഷാമി തന്നിട്ടുള്ളത്. 5, 6, 7, 8, 9, 10, 10. അല്ല ഇതൊന്നും നമുക്ക് വേണം ചെക്ക് ചെയ്യട്ടെ. ഇനി പഴം അങ്ങോട്ടും ഇതിന്റെ മാറിപ്പോയത് ബാക്കിയുള്ളൂ, ഇതിന്റെ ബാക്കിയുള്ളൂ. ഇത് ഇതിന്റെ മുകളിലുണ്ടാവും. എല്ലാത്തിന്റെ മുകളിന്റെ ബാക്കിയാണ് നിങ്ങൾ ഗെയിം കളിച്ചത്. പിന്നെ ഞങ്ങള് ഗെയിം എല്ലാം കളിച്ചത് അതുകൊണ്ടല്ലേ ഞങ്ങള് ജയിച്ചത്. എന്തായാലും guys, എണ്ണത്തിൽ കൂടുതൽ ഞാനാണ് തിന്നിട്ട്. അപ്പൊ ഷാമി 17 പഴം തിന്ന്, ജുനു 11 എണ്ണം. എന്തായാലും ജുനു നമ്മൾ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. കാര്യം ഷാമിയാണല്ലോ ജയിച്ചത്. പ്രൈസ് കൊടുക്കാം. പ്രൈസ് കൊടുക്കാം. പ്രൈസ് ഇതാ, ബാക്കി വന്ന പഴക്കൊല. ബാക്കി കൊടുക്കും ഊരി കൊടുക്കും. എനിക്ക് പഴക്കൊല്ല പ്രൈസ് ആയിട്ട് വരുന്നു. അതൊന്നൂര് സ്നേഹോപകാരം. അങ്ങനെ guys, ഒന്നും കിട്ടാതെ നല്ല ഞങ്ങൾക്ക് ഒരു പഴക്കൊലെങ്കിലും കിട്ടിയല്ലോ. അപ്പൊ അതാണ് guys ഞങ്ങളുടെ എനിക്ക് കിട്ടിയ പ്രൈസിൽ സംതൃപ്തിയാണ്. എന്തായാലും ഞാൻ ജയിച്ചാലോ. 17 പഴം. ഞാൻ 17 പഴം തിന്ന് മുതൽ തുടങ്ങിയതാണ്. ഇവരെല്ലാരും മാറി മാറി ഞാനാകെ 6 എണ്ണം തിന്നു വിചാരിച്ചുള്ളൂ. പക്ഷെ 17 എണ്ണൊക്കെ ഇല്ല. ഇത് കഴിച്ച് ചെറിയ പഴല്ല, ഇതൊക്കെ സിമ്പിൾ. അടുത്തതായിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ് ഗൈസ്. അതിനുശേഷം നമുക്ക് ഗെയിംസ് റീസ്റ്റാർട്ട് ചെയ്യാം. 25 കൂട്ടം വിഭവങ്ങളും 2 കൂട്ടം പായസമുള്ള അടിപൊളി സദ്യ. 3 കൂട്ടം പായസം. 3 കൂട്ടം പായസമുള്ള അടിപൊളി സദ്യ guys. വരെ കഴിച്ച് നമുക്ക് സദ്യ കഴിക്കാം. വയറിൽ സ്ഥലം ഉണ്ടോ? അറികളാ സജസ്റ്റ് ചെയ്യണം. എനിക്ക് സ്ഥലമില്ല, എന്നാലും പായസം കാലിച്ചിട്ട് ഞാൻ സദ്യ കഴിക്കാൻ പോവാണ്. ഓണപ്പാട്ടിൻ ഈണം കേൾക്കുന്ന നേരത്ത് തുമ്പികൾ പോരുന്നു ചാര്. ഓണപ്പാട്ടിൻ ഈണം കേൾക്കുന്ന നേരത്ത് തുമ്പികൾ പോരുന്നു ചാര്. മുറ്റത്തെ മുക്കുറ്റി പൂവിനോടൊപ്പമായി ഓണക്കളിയാടിടാനായി, ഓണക്കളിയാടിടാനായി. തിരുവാതിരപ്പാട്ടിന്റെ ഈണത്തിൽ ചേലുള്ള പെണ്ണുങ്ങളാടുന്ന നേരം, തിരുവാതിരപ്പാട്ടിന്റെ ഈണത്തിൽ ചേലുള്ള പെണ്ണുങ്ങളാടുന്ന നേരം. കേരള നാടിന്റെ ചെളുമു കാണുവാൻ മാവേലിയെത്തുന്ന കാലം, മാവേലിയെത്തുന്ന കാലം. 25 വിഭവങ്ങളും കൂട്ടിയിട്ട് നമുക്ക് നല്ല അടിപൊളി സദ്യ കഴിക്കാം. ഞാൻ 17 പഴം തിന്നതുകൊണ്ട് തന്നെ കുറച്ച് സദ്യ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അജുവിന് കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ല? കഴിച്ചോ. ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് എനർജി ഒക്കെ ട്രെയിൻഡ് ആയി. ഇനി സദ്യ കഴിച്ചൊന്ന് ബൂസ്റ്റ് ആവും. അവിയലും പച്ചടിയും കിച്ചടിയും ഉപ്പേരിയും എല്ലാം കൂടെ കൂട്ടിയിട്ട് കൂടി. ഞാൻ കുറച്ച് മോരൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ പോകും. ഓണപ്പാട്ടിൻ ഈണം കേൾക്കുന്ന നേരത്ത് തുമ്പികൾ പോരുന്നു ചാര്. മുറ്റത്തെ മുക്കുറ്റി പൂവിനോടൊപ്പമായി ഓണക്കളിയാടിടാനായി, ഓണക്കളിയാടിടാനായി. തിരുവാതിരപ്പാട്ടിന്റെ ഈണത്തിൽ ചേലുള്ള പെണ്ണുങ്ങളാടുന്ന നേരം, തിരുവാതിരപ്പാട്ടിന്റെ ഈണത്തിൽ ചേലുള്ള പെണ്ണുങ്ങളാടുന്ന നേരം. കേരള നാടിന്റെ ചെളുമു കാണുവാൻ മാവേലിയെത്തുന്ന കാലം, മാവേലിയെത്തുന്ന കാലം. ഓണപ്പാട്ടിൻ ഈണം കേൾക്കുന്ന നേരത്ത് തുമ്പികൾ പോരുന്നു ചാര്. 3 കൂട്ടം പായസവും പഴവും പപ്പടം കൂട്ടി കഴിക്കുക. ഇത് പാലട,
ഇത് പരിപ്പിന്റെ പ്രഥമൻ, ഇത് എന്താ സൗന്ദര്യല്ലേ എന്റെ പാൽപ്പായസം. ഇനി നമുക്ക് ഈ പഴല്ലേ, വേവിച്ച പഴം അതിങ്ങനെ എടുത്തിട്ട് ഈ പായസത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് പാലട ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ 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 മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഓണ സദ്യയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കടക്കുന്നത് നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഇവിടെ ഈ കയറിലായിരിക്കും ഇതിന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് തലയിൽ വീഴും. അപ്പൊ ഈ ഒരു വടി വെച്ചിട്ടാണ് നമ്മൾ ഉറി അടിക്കാൻ പോകുന്നത്. കുഞ്ഞു വടിയാണ്, ശ്രദ്ധിച്ചടിക്കണം. ചുറ്റിനും ജനലുണ്ട്, ബാക്കി ചില്ലുണ്ട്, ബൾബുണ്ട്. ഇവിടെ തന്നെ ഒരു ബൾബുണ്ട് കേട്ടോ, ഇല്ല എത്തൂല. ഞാൻ ലാസ്റ്റ് ഞാൻ ഫിഫ്ത്ത്. അപ്പൊ ഞാൻ ഫസ്റ്റ്, സെക്കൻഡ് ആരാ, സെക്കൻഡ്, തേർഡ് ആരാ, തേർഡ് ജുനു, തേർഡ് ജുനു, ഞാൻ ഫോർത്ത്, ഫിഫ്ത്ത്. ഈ വടി വെച്ചിട്ടാണ് guys നമ്മൾ ഈ കല അടയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ജയിക്കുന്നവർക്കും വയറൊക്കെ എടുത്ത് വന്ന് ജയിക്കുന്നവർക്ക് എന്താ സല്ലു 1000 rupees ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പൊ 3 മിനിറ്റ് ആയിരിക്കും സമയം അല്ലേ സല്ലു? 3 മിനിറ്റ് സമയം. 3 മിനിറ്റ് ആയിരിക്കും സമയം ഉണ്ടാവാം. 3 മിനിറ്റിനുള്ളിൽ മാക്സിമം കാല അടിച്ച് പൊട്ടിക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഔട്ട്. തലയടിച്ച് പൊട്ടിക്കാനോ? അറിയിക്കാം. ഔട്ടോ. 3 2 1 സ്റ്റാർട്ട്. എത്ര ടൈം? 3 മിനിറ്റ് ഉള്ളൂ. അല്ലെങ്കിൽ അടി കിട്ടും. 2 മിനിറ്റ് 49 സെക്കൻഡ്. ഷാമി വേഗം വേഗം മുന്നോട്ട് വരണ്ടേ? അപ്പൊ പറഞ്ഞുതരാം. അതൊക്കെ ഈ കാപ്പി പിടിക്കണം. 3 മിനിറ്റ് 2 മിനിറ്റ് 32 സെക്കൻഡ്. അടിച്ചോ? അടി. അയ്യോ ഇതാ ഒരു ക്രാക്ക് വീണുണ്ട് ഷാമി. അത് ആക്ച്വലി ആ വടി വർക്കാവുന്നില്ല. ചെറിയൊരു ക്രാക്കിന്റെ മുകളിൽ വീണിട്ടുണ്ട്. പക്ഷെ അത് നല്ല വടിയാണെന്നുണ്ടെങ്കിൽ ഈ ക്രാക്ക് നല്ല വടി വെച്ച് ഒന്നുകൂടെ ചെയ്യാം. എനിക്ക് അങ്ങനെ മരത്തിന് വടി വന്നിട്ടുണ്ട്. ഈ വടി വെച്ചിട്ടാണ് അടുത്ത ഉറിയും പൊട്ടിക്കാൻ പോകുന്നത്. 3 6 മിനിറ്റാണ് ഞാനൊരു ഉറി പൊട്ടിക്കാൻ വേണ്ടി നോക്കുന്നത്. കണ്ടിട്ടില്ല. രണ്ടാമത്തെ കറക്കാണ് ഗൈസ് ഉറി അടിക്കാൻ പോകാൻ വേണ്ടിട്ട്. ഓക്കെ 3 2 1 സ്റ്റാർട്ട്. പോട്ടെ പോട്ടെ. അയ്യോ അടിക്കല്ലേ അടിക്കല്ലേ. മാറിക്കോ, എന്റെ മുന്നിൽ മാറിക്കോ. നല്ല അടി കിട്ടിയ ചാൻസ് അവള് നല്ല തരും ചെയ്യും. അയ്യോ ആ കറക്റ്റാ അങ്ങനെ തന്നെ. എവിടെ തോന്നിക്കാണിക്കുന്നത്? അവിടെ ഇല്ല.
ഓ മതില് പൊട്ടിക്കല്ലേ. ഒരു മിനിറ്റ് മുമ്പത്താ. അവിടെ ഇരിക്ക്. ആ, അവിടെ, അങ്ങോട്ട്. അടി, ആ, 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 ആ. 28 സെക്കൻഡ് ബാക്കിയുള്ളപ്പോ ആ ഉറി കഷ്ടപ്പെട്ട് അടിച്ചു ഇങ്ങനെ ഒരു ഉറിയാതെ വരെ കട്ടി കുറച്ച് കൂടി പോയി. അടിച്ചു പൊട്ടിച്ചില്ലേ? എത്ര അടി അടിച്ചിട്ടാ ഒരു ഉറി പൊട്ടിയതെന്ന് അറിയോ? 1000 രൂപ 2000 ചെറിയ ചെറിയ രീതി കൊണ്ടിട്ടോളൂ. അതെ നല്ല പവറിൽ കൊണ്ടില്ല. ആ പിന്നെ ഞാൻ എത്ര അടി അടിച്ചു അപ്പൊ പവറിലേറ്റാ നിങ്ങൾ പറയുന്നേ? അല്ല എന്തായാലും ഉറി അടിച്ച് പൊട്ടിച്ചില്ല. അത് ഇത്തിരി വലിയ ഉറി, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു ഉറിയെ കിട്ടാം. ഇനി വേറെ ആരും ഊറി അടിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ ഈ തന്നെ വിന്നർ. 1:28 ഇവള് അടിച്ചു പൊട്ടിച്ചത്. അപ്പൊ അതിന് മുന്നേ ആരെങ്കിലും ഇനി ഇത് ചെയ്താലേ അവര് അടുത്ത ഊറി നമ്മൾ ഇവിടെ സെറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 5ക്കുള്ള ഊറി. ഊറി റെഡി. റെഡി. അടുത്തതായി നമ്മുടെ മത്സരാർത്ഥിയായി വന്നിരിക്കുന്നത് 5 ആണ് guys. Yay! 5 കലത്തിൽ നിറയെ പൂ നിറച്ചിട്ടുണ്ട്. അതൊക്കെ അത് പൊട്ടിക്കുന്ന സമയത്ത് കുറെ പൂ ഇങ്ങനെ തൊഴിൽ കാണുന്ന പോലെ ഓടാണല്ലോ. പക്ഷെ നിങ്ങളെല്ലാരും കാണുന്നതാ. കലം വീഴാഞ്ഞാ മതി. റെഡി അല്ലേ? ഇതെന്താണ് ചെവിയൊക്കെ പിടിച്ചിട്ട്? ചെവി വേദന ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ. വടിയുടെ ആയുധം തരൂ. കല ഇവിടെ തന്നെ വെക്കോ ജുലി? ആ നല്ല സുഖല്ലേ? ആയുധം. ബാ, 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 ബാ. ഇത് ഇപ്പൊ ഈ സൈഡാണ് കേട്ടോ പിടിക്കേണ്ടത്. ഈ സൈഡാട്ടോ പിടിക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ വെച്ചേ. റെഡി 3 2 1 go. അല്ല അയ്യോ അയ്യോ റെഡി റെഡി 3 2 1 start. Up 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 up. ഒരു മിനിറ്റ് 48 സെക്കൻഡ് ബാക്കി. ബാക്കി അപ്പൊ അതിനെക്കാട്ടും മുന്നിൽ ഞാൻ അതെ അതെ. ഈ 1 മിനിറ്റ് 28 സെക്കൻഡും ആണ് എനിക്ക് ബാക്കി ഉണ്ടായിരുന്നത്. അതായത് 1 മിനിറ്റ് 12 സെക്കൻഡിലും ഈ തീർത്ത്. അതും രണ്ടാമത്തെ ട്രൈ. അടുത്ത രണ്ടാമത്തെ ട്രൈലാണ്. അതിന് കുഴപ്പമില്ല. ഇത് ഇതിന്റെ തലയിൽ വീണില്ല. തലയിൽ വീണില്ല, അങ്ങോട്ട് തെറിച്ചു പോയി. ഇനി അടുത്താരാ? എല്ലാം പിരിച്ചുവിട്. എവിടെയാന്ന് മനസ്സിലാവരുത്. ആ വേഗം വയ്ക്കോ. ആ വൈക്ക് പോട്ടെ. അതന്നെ ജൂലോ 52 സെക്കൻഡ് 2 മിനിറ്റ് 51 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വീശയാ. അതെ അതെ പോട്ടെ. അത് റൂഫ്. ഒരു മിനിറ്റ് 54 സെക്കൻഡ് ബാക്കി നിൽക്കുകയാണ് ഗൈസ്. ഇതിലിപ്പം 53 പോസ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പൊ അത്രയും ബാക്കി നിൽക്കുകയാണ്. ജുനു ഈ ഒരു കല പൊട്ടിച്ചിട്ടുള്ളത്. അതായത് 1 മിനിറ്റ് 6 സെക്കൻഡ് കൊണ്ട് പൊട്ടിച്ചു. പ്രൈസ് കിട്ടാണെന്നുണ്ടെങ്കിൽ അത് എനിക്കുള്ളതാണല്ലോ. നിങ്ങൾ രണ്ടാളും തമ്മിൽ 6 സെക്കൻഡിന് വ്യത്യാസമേ ഉള്ളൂ. ഇനി ഒരു ചാൻസ് ഇല്ലാണ്ടായി പോയി. ഇനി എന്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. ഇനി ജുനുവിനെ കിട്ടും. ഇവർ രണ്ടാളും നേരത്തെ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരിൽ ആരെങ്കിലും പ്രൈസ് കൊണ്ടും. അതെ മിക്ക പറഞ്ഞു. പ്രാർത്ഥിച്ചോ, ഞമ്മക്കെന്നെ എടുക്കണം. എപ്പം മുതല്
1 2 3 നേരെ പോട്ടെ. മാവുള്ളത്, മാവ്. ആ. അപ്പൊ ഇനി എവിടെയാ? നേരെ പോയിക്കോ. സൈഡില് ഏത് സൈഡില്? 2 സൈഡിലും മാവില്ലേ? ആ അപ്പൊ ശ്രീ എങ്ങോട്ടാ പോണത്? ഞാൻ മുന്നോട്ട് പോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇത് ഗേറ്റല്ലേ 2.5 മിനിറ്റ് ആയിട്ടോ. സമയം പോണ്ടോ? സമയം പോണ്ട്. അടിക്കല്ലേ അടിക്കല്ലേ. ഞാൻ തന്നെ ജയിക്കുന്നു പറഞ്ഞു പോയതാ. ശ്രീ അങ്ങോട്ടല്ല, ഓപ്പോസിറ്റ്. ഇനി വെറും 30 സെക്കൻഡ് മാത്രം. അത് മതില് അത് മതില്. ഈ വീഡിയോ ഇയെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് ചിരി വരും. 15 സെക്കൻഡ്. മുന്നേ ആ, തട്ട്, 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 തട്ട്. 10 സെക്കൻഡ്. 9 8 7 6 ബാക്കിയുള്ളപ്പോഴാട്ടോ ഓള് ഈ കലടിച്ച് പൊട്ടിക്കുന്നത്. എന്തിനാ ഈ കലടിച്ച് പൊട്ടിച്ചത്? വെറുതെ രസം എന്തായാലും വെറുതെ പൊട്ടിക്കണല്ലോ. കലം വേസ്റ്റ് ആക്കി. എനിക്ക് തോന്നുന്നു താരെ പൊട്ടിയതാണ് ആ കലത്. ഈ എത്ര പോലെ അടിച്ചത്? കലത്തിന് സങ്കടം വന്നിട്ട് താനേ പൊട്ടിയതാ. അതേപോലെ എനിക്ക് തോന്നുന്നത്. രണ്ടടിയിൽ കലം അതേ പൊട്ടിയിട്ട് ചെറിയൊരു 6 സെക്കൻഡ് ബാക്കിയുള്ളപ്പോ പ്രൈസ് കൊണ്ടുവന്ന് ബാക്കി വരട്ടെ പൊട്ടിച്ചത്. ആ പ്രൈസ് ഒക്കെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു. പോയതേ മാവിന്റെ മുകളിലേക്ക്. അപ്പോഴേ തോന്നിരിക്കുന്നത് ലേറ്റ് ആവും ലേറ്റ് ആവും. ഞാൻ വിചാരിച്ചില്ല കലം പൊട്ടുന്ന ലാസ്റ്റ് കാലത്തിന് ആ കലം എന്തെങ്കിലും പൊട്ടിച്ച്. കാലം പൊട്ടിച്ച്. നീ ഓർത്ത് വെച്ചോളെ. കോൺഫിഡൻസ് ആണ്. 45 ബാക്കിയുള്ളപ്പോ പൊട്ടിക്കുന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ജയിക്കണമെങ്കിൽ 1 മിനിറ്റും 5 സെക്കൻഡ് കൊണ്ട് പൊട്ടിക്കണം അല്ലേ? ആ മെല്ലെ മെല്ലെ തല പൊട്ടും. മതിയില്ലേ? ഓക്കെ. തലം പൊട്ടിയില്ലെങ്കിൽ തലേനെങ്കിലും പൊട്ടട്ടെ. അതെ തുടങ്ങല്ലേ? റെഡി? നല്ലോണം കറക്കി വിട്ടേ. ആ മതി. 3 2 1 2 മിനിറ്റ് 50 സെക്കൻഡ്. അത് 5. അമ്മേ ടേബിള് ടേബിള് ടേബിള്. റോഡുമല്ല കലുള്ളത്. ഡയറക്ഷൻ മാറി. ആ വേഗം പോട്ടെ. ആ അതന്നെ പോട്ടെ. നേരെ നേരെ നേരെ. 50 സെക്കൻഡ് വയസ്സല്ലോ. കലം വെയിറ്റ് ചെയ്യാ. അല്ലേ ഈ പറഞ്ഞ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വേ നടക്കണം. അടിച്ചോ അടിച്ചോ അടിച്ചോ. അയ്യോ കാലം താഴുന്നില്ല. അതന്നെ അടി. അമ്മേ കാലൊക്കെ തകർന്ന്. 7 സെക്കൻഡ് ബാക്കി. ലാസ്റ്റ് അടിച്ചത് എന്താ വെച്ചാല് 1 മിനിറ്റ് 54 സെക്കൻഡ് ഉള്ളപ്പോഴാണ് സല്ലു 2 മിനിറ്റ് 7 സെക്കൻഡ് ബാക്കി. അപ്പൊ ഞാൻ എത്ര മിനിറ്റ്? 53 സെക്കൻഡ്. 53 സെക്കൻഡ്. 45 ആയിരുന്നു പറഞ്ഞത്. ഒരു 7 സെക്കൻഡ് തലയിൽ ഇട്ടു. ഞാൻ വിജയിച്ചിരിക്കുന്നു.
തൽക്കാലം 5 രൂപ അവിടെ നിന്ന് നാളെ ജീപ്പേ. ആയിക്കോട്ടെ. അങ്ങനെ guys, നമ്മുടെ ഓണം സെലിബ്രേഷൻ ഇവിടെ കഴിയാണ്. നല്ല അടിപൊളി ഓണം ആയിരുന്നു കേട്ടോ. ഞങ്ങള് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഈ ഓണം അടിച്ച് പൊളിച്ച് നല്ല അടിപൊളി സദ്യ, നല്ല അടിപൊളി ഓണം ഗെയിംസ്, പായസം എല്ലാം കൂടി ഇന്ന് തകർത്ത് ഇതല്ല പിന്നെ പ്രൈസ് മണി കിട്ടിയത് 5 ഞങ്ങൾക്ക് രണ്ടാക്കും. പിന്നെ എനിക്കൊരു പഴക്കല എനിക്കൊരു പഴക്കല പ്രൈസ് മണി ആയിട്ട് കിട്ടും. അല്ല പ്രൈസ് മണി പ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പൊ നിങ്ങളെ ഓണം നല്ല അടിപൊളി ആയിരിക്കട്ടെ എന്ന് ഞങ്ങള് ആശംസിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ.